മണിക്ക് ഈ രാത്രി 3 മണിക്ക് ഇറക്കി 4 അംഗങ്ങൾ പോയിട്ട് കിട്ടിയ മത്സ്യമാണ്. ഇത് എത്ര രൂപ കിട്ടുന്നത് നമുക്കറിയാം. നമുക്ക് ഇന്നൊരു മത്സ്യത്തൊഴിലാളി ഇന്ന് ഒരു കര ജോലിക്കാർ ഇന്നൊരു കെട്ടിടപ്പണിക്ക് പോയാൽ അവർക്ക് എന്ത് കിട്ടുന്നു? ഒരു കെട്ടിടപ്പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് 1000 രൂപ ഉണ്ട്. ഇവർക്ക് ഇന്ന് ഒരു കൂടിയാൽ ഒരു 200 രൂപ പോലും കിട്ടത്തില്ല. വെളുപ്പിലെ 3 മണിക്ക് വന്നതാ. ഇനി ഇവർ കര കയറുമ്പോൾ രാത്രി പകൽ 10 മണി 10:30 മണിയാവും. വെളുപ്പിലെ 3 മണിക്ക് വന്നതാ. ഈ വലയൊക്കെ പിന്നെ കര കൊണ്ടിട്ട് എല്ലാം തെരിച്ച് വലിച്ച് അവർക്ക് അത്രയും ജോലിയാ. അപ്പൊ ഇതാണ് മത്സ്യത്തൊഴിലാളിയുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ. ഇതാണ് അത് ഉദ്യോഗസ്ഥന്മാർ ഈ മത്സ്യത്തൊഴിലാളികൾ ചില കാരണങ്ങൾക്ക് വേണ്ടി ഓഫീസിലൊക്കെ പോകുമ്പോൾ അവർ മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ അവരെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കും. ഈ മത്സ്യത്തൊഴിലാളി പെടുന്ന കഷ്ടപ്പാടുകൾ ഇന്ന് മത്സ്യത്തൊഴിലാളിക്ക് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ മത്സ്യത്തൊഴിലാളിക്ക് എപ്പോഴും കഷ്ടപ്പാടാണ്. ഈ വേലി കയറ്റം വേലി ഇറക്കം എന്ന് പറയുമ്പം ഈ വേലി ഇറങ്ങുന്ന ടൈമിനാണ് തിരമാല ഒത്തിരി കൂടുതലുണ്ടാവും. കയറുന്ന ടൈമിന് തിരമാല കുറവാണ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തിരമാല കുറവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് വലിക്കുമ്പോൾ അതിനാണ് വേലിയേറ്റം വേലി ഇറക്കം എന്ന് പറയുന്നത്. അപ്പൊ അത് വരുമ്പോൾ ഇച്ചിരി കടല് ഒത്തിരി കൂടുതലാണ് അടിക്കുന്നത്. അപ്പൊ കടലിൽ തന്നെ പല ഇതിൽ ഇപ്പൊ നമുക്കിപ്പോ കാറ്റില്ലാത്തോണ്ടാ. ചില സമയത്ത് എത്ര കാറ്റ് മത്സ്യത്തൊഴിലാളിക്കൊന്നും കാറ്റൊന്നും ഇതല്ല. നമുക്കിപ്പോ അറിയാലോ, നമ്മളൊരു വീട്ടിലിരിക്കുന്നു. എൻ്റെ വീട്ടിൻ്റെ അകത്ത് അല്ല മോളുടെ വീട്ടിൻ്റെ അകത്ത് മോളിരിക്കുന്നു. മോള് അവരവിടെ ഒരു തണലുള്ളതുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇതുപോലെ മത്സ്യത്തിന് അടിയിൽ വെള്ളത്തിനടിയിൽ തങ്ങാനുള്ള സംവിധാനമൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഷിപ്പിന്റെ അടിയിൽ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അവിടെ ആ ഷിപ്പിന്റെ ഭാഗത്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയിൽ നോക്കുമ്പോൾ അവിടെ എന്തെല്ലാം മീനുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും.